ഈ സിനിമയുടെ തുടക്കത്തിൽ ഒരു റേഡിയോ സന്ദേശമാണ് കാണിക്കുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഹെൻറി എന്ന് പേരിട്ടിട്ടുള്ള ഒരു ചുഴലിക്കാറ്റ് കാറ്റഗറി 2 വിഭാഗത്തിൽപ്പെട്ട അതിശക്തമായ കൊടുങ്കാറ്റായി മാറിയെന്നും അത് കിഴക്കൻ തീരത്ത് നാശനഷ്ടങ്ങൾ വരുത്തിക്കൊണ്ട് ആൻവിൽ പ്രദേശത്ത് എത്തുമെന്നുമാണ് അതിൽ പറയുന്നത്. തീരദേശ നഗരങ്ങളിലെ താമസക്കാരോട്, പ്രത്യേകിച്ച് ആൻവില്ലിലുള്ളവരോട് ഉടൻ തന്നെ മാറി താമസിക്കാൻ അധികൃതർ നിർദ്ദേശിക്കുന്നുണ്ട്. ഡക്കോട്ട തന്റെ പതിവ് റെസ്റ്റോറന്റിൽ ഭക്ഷണം ഓർഡർ ചെയ്യാൻ വിളിക്കുന്നുണ്ടെങ്കിലും മോശം കാലാവസ്ഥ കാരണം അവർ കട അടയ്ക്കുകയാണെന്ന് അറിയിക്കുന്നു. ഇവർ പുറത്തു നോക്കുമ്പോൾ എല്ലാവരും ടൗൺ ഉപേക്ഷിച്ച് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇവൾക്ക് അഗോറഫോബിയ എന്ന ഒരു അവസ്ഥയുണ്ട്. അതായത് പുറത്തിറങ്ങാൻ ഭയങ്കര പേടിയാണ് ഇവൾക്ക്. ഇനിയിപ്പോ എന്തെങ്കിലും കഴിക്കണമെങ്കിൽ പുറത്തിറങ്ങിയേ പറ്റൂ. അവൾ ഭക്ഷണം വാങ്ങാൻ വേണ്ടി കഷ്ടപ്പെട്ട് വീടിന് പുറത്തേക്ക് ഇറങ്ങുന്നു. എന്നാൽ പുറത്ത് സൈറനുകളുടെ ശബ്ദം കേൾക്കുമ്പോൾ അവളുടെ ഹൃദയമിടിപ്പ് വർദ്ധിക്കാൻ തുടങ്ങുന്നു. തിരികെ നടക്കാൻ തുടങ്ങുമ്പോൾ അവൾ അയൽവാസിയുടെ മുന്നിൽ ചെന്ന് വിടുന്നു. അവളെ കണ്ടപ്പോൾ അയാൾക്കാകെ അത്ഭുതമായി. അമ്മ മരിച്ചതിൽ പിന്നെ അവളെ ആരും പുറത്തേക്കൊന്നും കണ്ടിട്ടില്ല. എല്ലാവരും ടൗൺ വിട്ട് പോവുകയാണെന്നും അതുകൊണ്ട് തങ്ങളോടൊപ്പം വരാൻ അയാൾ നിർദ്ദേശിക്കുന്നുണ്ടെങ്കിലും അവൾ അത് അവഗണിച്ച് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകുന്നു. ഇതേസമയം ടൗണിന്റെ മറ്റൊരു ഭാഗത്ത് 3 സഹോദരങ്ങളായ റോൺ, ഡി, വിൽ എന്നിവർ പുഴയിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ അവരുടെ സന്തോഷ നിമിഷം പെട്ടെന്ന് തന്നെ അവസാനിക്കുന്നു. അവരുടെ വളർത്തച്ഛനായ ബില്ലി ഓൾസൺ മഴയത്ത് പുറത്തിറങ്ങിയതിന് അവരെ ദേഷ്യത്തോടെ ശകാരിക്കുന്നു. നിങ്ങൾക്ക് പനി പിടിച്ചാൽ അതിന് ചികിത്സാ ചെലവ് നൽകേണ്ടി വരുന്നത് ഞാനാണ്. അതിന് നിങ്ങൾ ഞങ്ങളെ ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോകാറില്ലല്ലോ. ഡി പതിയെ പിറുപിറുക്കുന്നു. അത് ഉച്ചത്തിൽ പറയാൻ അയാൾ അവളോട് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അവൾ മിണ്ടാതിരുന്നു. ഈ ടൗണിൽ ഇറച്ചി സംസ്കരിക്കുന്ന ഒരു ഫാക്ടറിയിലെ ജോലിക്കാരിയാണ് ലിസ. അവളിപ്പോ 9 മാസം ഗർഭിണിയാണ്. മോശം കാലാവസ്ഥ കാരണം ഇന്ന് അവൾ ജോലിയിൽ നിന്നും നേരത്തെ ഇറങ്ങി വേഗം വന്ന് തന്റെ കാറിനുള്ളിൽ കയറുന്നു. അവളുടെ സഹപ്രവർത്തകനായ ബോബ് അങ്ങോട്ട് വന്നു. സൂക്ഷിച്ച് വണ്ടി ഓടിക്കണമെന്ന് പറയുന്നു. അവസാനത്തെ ലോഡ് ഇറക്കാൻ വേണ്ടി ഫാക്ടറിയിലേക്ക് വന്നതാണ് അയാൾ. തിരികെ വീട്ടിലേക്ക് പോകുമ്പോൾ അവൾ ഫോണിൽ അമ്മയോട് സംസാരിക്കുകയായിരുന്നു. തന്റെ കാമുകന് വേണ്ടിയായിരുന്നു ലിസ ന്യൂയോർക്കിൽ നിന്നും ആൻവില്ലിലേക്ക് താമസം മാറിയത്. എന്നാൽ അവൾ ഗർഭിണിയായതോടെ അയാൾ അവളെ ഉപേക്ഷിച്ചു പോയി. അമ്മ ഇപ്പോൾ ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ലിസയ്ക്ക് അതിൽ ഒട്ടും താല്പര്യമില്ലായിരുന്നു. തന്റെ സഹോദരിയെ പോലെ ആശുപത്രിയിൽ വെച്ച് വാട്ടർ ബർത്ത് രീതി തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചു എന്ന് അമ്മ വീണ്ടും തിരക്കി. എന്നാൽ താൻ ഇതുവരെ അതിനെക്കുറിച്ച് തീരുമാനമെടുത്തിട്ടില്ലെന്ന് ലിസ മറുപടി നൽകി. പിന്നീട് എന്തുകൊണ്ടാണ് അവൾ നഗരം വിട്ടു പോകാത്തതെന്നായി അമ്മയുടെ ചോദ്യം. ബോസ് നിർബന്ധിച്ചതുകൊണ്ടാണ് ജോലിക്ക് വരേണ്ടി വന്നതെന്നും താൻ ഉടൻ തന്നെ അവിടെ നിന്ന് പുറപ്പെടുമെന്നും ലിസ അവൾക്ക് ഉറപ്പ് നൽകി. എന്നാൽ അത് കേട്ട് അവർക്ക് ആകെ ടെൻഷനായി. വെള്ളപ്പൊക്കം കാരണം അന്തർ സംസ്ഥാന പാതകളെല്ലാം ഇതിനകം തന്നെ അടച്ചു കഴിഞ്ഞിരുന്നു. ഇനി സീൻ കട്ടായിട്ട് ഒരു കടലിലൂടെ സഞ്ചരിക്കുന്ന ഒരു ബോട്ടാണ് കാണിക്കുന്നത്. അതിൽ മറൈൻ ബയോളജിസ്റ്റ് ആയ ഡോക്ടർ ഡെയിൽ കൊടുങ്കാറ്റിനെ കുറിച്ചുള്ള വാർത്ത ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്രാവുകളെയൊക്കെ ടാഗ് ചെയ്ത് അവയുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുന്ന ഒരു ജോലിയാണ് ഇപ്പോൾ അയാൾക്ക്. കൊടുങ്കാറ്റിൽ നിന്നും രക്ഷപ്പെടാൻ ബെർമുഡയുടെ തെക്ക് ഭാഗത്തുള്ള സമുദ്രജീവികൾ വടക്ക് ഭാഗത്തോട്ട് നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. എല്ലാ ബുൾഷാർക്കുകളെയും ടാഗ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കൊടുങ്കാറ്റ് കാരണം ഒരുപാട് സ്രാവുകൾ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഹാർബർ മാസ്റ്ററായ ഗ്രെഗ് അവിടെ എത്തുകയും ചുഴലിക്കാറ്റ് ഒരുപക്ഷെ കാറ്റഗറി 6 ആയി ശക്തിപ്പെടാൻ സാധ്യതയുണ്ടെന്ന് അവരെ അറിയിക്കുകയും ചെയ്യുന്നു. കൊടുങ്കാറ്റ് ഇപ്പോൾ ആൻവില്ലിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് കേട്ട് ഡെയിൽ ഉടൻ തന്നെ തന്റെ അനന്തരവളായ ഡക്കോട്ടയെ വിളിക്കുന്നു. ആദ്യം വെല്ലിൽ തന്നെ ഡക്കോട്ട ഫോൺ എടുക്കുന്നു. അവൾക്ക് നഗരം വിട്ടുപോകാൻ വല്ല വഴിയുമുണ്ടോ, ഇല്ലെങ്കിൽ താൻ തന്നെ നേരിട്ട് വന്ന് അവളെ കൂട്ടിക്കൊണ്ടു പോകാം. എന്നാൽ വീട്ടിൽ തന്നെ തുടരാനാണ് തന്റെ തീരുമാനമെന്ന് ഡക്കോട്ട വാശി പിടിക്കുന്നു. ഈ കൊടുങ്കാറ്റ് ആൻവില്ലിൽ വലിയ നാശമുണ്ടാക്കും. നീ ഇരിക്കുന്ന വീടിന് ഇത് താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല. ചിലപ്പോൾ നിന്റെ മുറിക്കുള്ളിൽ പോലും വെള്ളം കയറി നീന്തേണ്ടി വരും. അദ്ദേഹം അവൾക്ക് മുന്നറിയിപ്പ് നൽകി. എന്നാൽ ഡക്കോട്ട അത് നിസ്സാരമായി തള്ളിക്കളഞ്ഞു. അത് കൊള്ളാം, എനിക്കൊന്ന് നീന്താമല്ലോ, അവൾ തമാശയായി പറഞ്ഞു. ഡെയിലിന് സ്വരമൊന്ന് ഇടറി. മോളെ, നിന്റെ വിഷമം എനിക്ക് മനസ്സിലാകും. എനിക്കും നിന്റെ അമ്മയെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ വീടിനുള്ളിൽ അടച്ചിരുന്നാൽ ആ വേദന മാറില്ല. അദ്ദേഹം സ്നേഹത്തോടെ അവളെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. അത് കേട്ട് അവൾ ചിരിച്ചു. അങ്കിളിന് ഈ പേരന്റിങ് ഒട്ടും വശമില്ലല്ലോ എന്ന് പറഞ്ഞ് അവൾ അദ്ദേഹത്തെ കളിയാക്കി. ഞാൻ ഇതിൽ പുതിയതല്ലേ എന്ന് സമ്മതിച്ചുകൊണ്ട് എത്രയും വേഗം വന്ന് അവളെ കൂട്ടിക്കൊണ്ടു പോകാമെന്ന് അയാൾ വാഗ്ദാനം ചെയ്തു. അതേസമയം കാറിലിരുന്ന് ബില്ലി തന്റെ വളർത്തുമക്കളെ ചീത്ത വിളിക്കുകയായിരുന്നു. തന്റെ അനുവാദമില്ലാതെ പുറത്തിറങ്ങിയതിന് തെണ്ടികൾ എന്ന് വിളിച്ച് അയാൾ ആക്രോശിച്ചു. അടങ്ങിയിരുന്നില്ലെങ്കിൽ തിരികെ അനാഥാലയത്തിലേക്ക് അയക്കുമെന്ന് അയാൾ ഭീഷണിപ്പെടുത്തി. പുറത്തെ കാഴ്ചകൾ ശ്രദ്ധിച്ച റോൺ ആളുകൾ കൂട്ടത്തോടെ ഒഴിഞ്ഞു പോകുന്നത് കണ്ട് തങ്ങൾക്കും പൊക്കിയൂടെ എന്ന് ചോദിച്ചു. എന്നാൽ ബില്ലി അത് പുച്ഛിച്ചു തള്ളി. ഒന്നുമല്ല, വെറും കാറ്റും മഴയും മാത്രം. എന്നാൽ ചുഴലിക്കാറ്റ് അതിതീവ്രമായ കാറ്റഗറി 5 ആയി മാറിയിട്ടുണ്ടായിരുന്നു. പുറത്തെ ബഹളങ്ങളൊന്നും അറിയാതെ ഡക്കോട്ട പണ്ട് അമ്മയോടൊപ്പമുള്ള ഒരു പഴയ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നു. അതേസമയം ബില്ലി കുട്ടികളുമായി വീട്ടിലെത്തിയിരുന്നു. ഉയർന്നു വരുന്ന വെള്ളം ജനൽ ചില്ലുകൾ താർക്കുമല്ലോ എന്ന് ഡി ചോദിച്ചപ്പോൾ അത് ഉറപ്പുള്ള ഗ്ലാസുകളാണ് എന്നായിരുന്നു അയാളുടെ മറുപടി. തുടർന്ന് അയാൾ താഴത്തെ നിലയിലേക്ക് പോയി. അവിടെ തന്റെ ഭാര്യ റേച്ചലിനെ കണ്ട് അയാൾ പറഞ്ഞു, ആ കുരങ്ങന്മാർ ഞാൻ പുഴയിൽ നീന്തുന്നത് കണ്ടിട്ടാണ് ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നത്. വിവരമില്ലാത്തവന്മാർ, നീ ഒന്ന് അടങ്ങ്. റേച്ചൽ അവനെ ശാന്തനാക്കാൻ ശ്രമിച്ചു. ആ കുട്ടികളെ നോക്കുന്നതിനാണ് നമുക്ക് പണം ലഭിക്കുന്നത് എന്ന കാര്യം മറക്കണ്ട. ആ സമയത്ത് അങ്ങോട്ടേക്ക് വന്ന ഡി തങ്ങൾക്ക് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അവിടെ വരുന്ന ഇറച്ചി കഷ്ണങ്ങൾ കണ്ട് ഇത് സ്റ്റീക്കാണോ എന്ന് അവൾ ചോദിച്ചതും ബില്ലി പൊട്ടിത്തെറിച്ചു. അതൊന്നും നീ അറിയേണ്ട കാര്യമില്ല. റേച്ചൽ അവൾക്ക് നേരെ ഒരു പാക്കറ്റ് ബ്രെഡ് എറിഞ്ഞു കൊടുത്തു. ഇനി ഒരിക്കലും ഇങ്ങോട്ട് വരാൻ നിൽക്കരുതെന്ന് ബില്ലി അവൾക്ക് താക്കീത് നൽകുന്നു. മറ്റൊരു സ്ഥലത്ത് ബോട്ടിൽ നിന്നിറങ്ങിയ ഡെയിലിനെ ഒരു ജേർണലിസ്റ്റ് തടഞ്ഞു നിർത്തുന്നു. ജോ എന്നാണ് ഇയാളുടെ പേര്. അന്ന് രാവിലെ നടന്ന സ്രാവിന്റെ ആക്രമണത്തെ കുറിച്ച് അയാളുടെ അഭിപ്രായം ചോദിച്ചു. ഏത് ആക്രമണം? ഡെയിൽ അങ്ങനെ ഒരു ആക്രമണത്തെ പറ്റി കേട്ടിട്ടില്ലായിരുന്നു. മിർട്ടിൽ ബീച്ചിൽ വെച്ച് ഒരു ദമ്പതികളെ ഗ്രേറ്റ് വൈറ്റ് ഷാർക്ക് ആക്രമിച്ചു. അവിടെ 2 സ്രാവുകളെ കണ്ടതായി
കുറെ ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. ഗേറ്റ് വൈറ്റുകൾ ഒരിക്കലും കൂട്ടമായി വേട്ടയാടാറില്ല. നീ ഈ പറയുന്നത് ബുൾഷാർക്കുകളുടെ രീതിയാണ്. ഡെയിൽ അയാളെ തിരുത്തി. അതേസമയം സഹായത്തിനായി ലിസ ചുറ്റും നോക്കിയെങ്കിലും ആ പ്രദേശം മുഴുവൻ വിജനമായിരുന്നു. അവൾ വേഗത്തിൽ കാറിനുള്ളിൽ കയറി. ആ നിമിഷം അമ്മയുടെ കോൾ വന്നെങ്കിലും സിഗ്നൽ തകരാർ കാരണം അത് കട്ടായി പോയി. തന്റെ പേടിയൊന്ന് കുറയ്ക്കാൻ അവൾ കാറിൽ പാട്ട് വെച്ചു. എന്നാൽ റേഡിയോയിൽ വന്ന വാർത്താ റിപ്പോർട്ട് പേടിപ്പിക്കുന്നതായിരുന്നു. നഗരത്തിൽ തന്നെ തുടരാൻ തീരുമാനിച്ചവർ തങ്ങളുടെ പേര് കൈകളിൽ പെർമനന്റ് മാർക്കർ കൊണ്ട് എഴുതി വെക്കണമെന്ന് റിപ്പോർട്ടർ നിർദ്ദേശിക്കുന്നുണ്ടായിരുന്നു. കൊടുങ്കാറ്റ് അടങ്ങിയ ശേഷം മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയായിരുന്നു ആ മുന്നറിയിപ്പ്. കുറച്ചു കഴിഞ്ഞപ്പോൾ നഗരത്തിലെ ഇലക്ട്രിസിറ്റി പൂർണ്ണമായി നിലച്ചു. വൈകാതെ തന്നെ കടൽഭിത്തി തകരുകയും വെള്ളം ജനവാസ മേഖലയിലേക്ക് ഇരച്ചു കയറുകയും ചെയ്തു. കനത്ത മഴയത്തുകൂടി വണ്ടി ഓടിക്കുകയായിരുന്ന ലിസ സഹപ്രവർത്തകനായ ബോബിനെ കണ്ടുമുട്ടുന്നു. ആ വശത്ത് മരങ്ങൾ കടപുഴകി വീഴുകയാണെന്നും അതുകൊണ്ട് തിരിച്ചു പോകാൻ അയാൾ അവൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. എന്നാൽ വെള്ളം കുതിച്ചു വരുന്ന ശബ്ദം കേട്ടതോടെ മുമ്പോട്ട് തന്നെ പോകാനും ഏതെങ്കിലും ഉയർന്ന പ്രദേശത്തേക്ക് ചെല്ലാൻ അയാൾ അവളോട് പറയുന്നു. ലിസ തന്റെ കാറുമായി മുന്നോട്ട് പോകാൻ ശ്രമിച്ചെങ്കിലും വീണ് കിടന്ന മരച്ചില്ലകൾക്കിടയിൽ അവൾ കുടുങ്ങി പോകുന്നു. ബോബ് മുന്നോട്ട് നീങ്ങിയെങ്കിലും നിമിഷങ്ങൾക്കകം കുതിച്ചെത്തിയ വെള്ളത്തിൽ അയാൾ പെട്ടുപോകുന്നു. ജനാലയിലൂടെ പുറത്തെ കാഴ്ചകൾ കണ്ട് ഡക്കോട്ട സ്തംഭിച്ചു നിന്നു. വെള്ളം പെട്ടെന്ന് ഉയർന്ന് അവളുടെ വീടിനകത്തേക്കും കയറുന്നു. ഇതേസമയം ബില്ലിയുടെ വീട്ടിൽ കുട്ടികൾ ജനാലയിലൂടെ വെള്ളം ഉയരുന്നത് കണ്ട് പരിഭ്രാന്തരായി ബില്ലിയെ വിവരം അറിയിക്കാൻ ശ്രമിച്ചു. ഇത് വെറും ചെറിയൊരു കാറ്റാണ് എന്നായിരുന്നു അയാളുടെ അപ്പോഴും ഉള്ള മറുപടി. പെട്ടെന്ന് ജനൽ തകർത്ത് വെള്ളം അകത്തേക്ക് കയറുന്നു. നമുക്ക് ഉടൻ തന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് റേച്ചൽ ബില്ലിയോട് ആവശ്യപ്പെട്ടു. തന്റെ ട്രക്കിന് സ്നോർക്കൽ ഉള്ളതുകൊണ്ട് അത് ഉപയോഗിക്കാമെന്ന് റോൺ നിർദ്ദേശിച്ചു. വെള്ളത്തിനടിയിലും എഞ്ചിൻ പ്രവർത്തിക്കാൻ സഹായിക്കുന്ന സംവിധാനമാണ് സ്നോർക്കൽ. ആദ്യം അത് മണ്ടത്തരമാണെന്ന് റേച്ചൽ തള്ളിക്കളഞ്ഞെങ്കിലും അവൻ പറയുന്നത് ശരിയാണ്, ആ വണ്ടിക്ക് സ്നോർക്കലുണ്ട് എന്ന് പറഞ്ഞ് ബില്ലി അത് സമ്മതിച്ചു. പുറത്ത് തെരുവുകളെല്ലാം ഇതിനകം തന്നെ വെള്ളത്തിന് അടിയിലായി കഴിഞ്ഞിരുന്നു. ലിസയുടെ കാർ ഒഴുക്കിൽപ്പെട്ടെങ്കിലും ഭാഗ്യത്തിന് ഒരു വലിയ മരക്കൊമ്പിൽ തട്ടി നിന്നു. പക്ഷെ അവൾ കാറിനുള്ളിൽ കുടുങ്ങിപ്പോയി. ഇതിനിടെ ബോബ് ഓടിച്ചിരുന്ന ട്രക്ക് ഒരു പ്രതിമയിൽ ഇടിച്ച് തകരുകയും അതിലുണ്ടായിരുന്ന ഇറച്ചി കഷ്ണങ്ങൾ വെള്ളത്തിലേക്ക് പടരുകയും ചെയ്തു. തന്റെ ജനാലയിലൂടെ നോക്കിയ ഡക്കോട്ട സമീപത്തുള്ള മരക്കൊമ്പിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു കാർ കണ്ടു. അതിനടുത്ത് തന്നെ രണ്ടുപേരും ഒരു ബോട്ടിൽ തുഴഞ്ഞു പോകുന്നുണ്ട്. ലിസയുടെ നിലവിളി കേട്ട് അവർ കാറിനടുത്തേക്ക് ചെല്ലുന്നു. അവരിൽ ഒരാൾ ലിസയെ രക്ഷിക്കാനായി ഒട്ടും വൈകാതെ വെള്ളത്തിലേക്ക് എടുത്തു ചാടി. കാറിന്റെ അരികിലേക്ക് നീന്തിയെത്തിയ അയാൾ പേടിക്കണ്ട, ഞാൻ നിങ്ങളെ പുറത്തിറക്കാം എന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. തുടർന്ന് കാറിന്റെ ചില്ല് മുറിക്കാനായി ഒരു കട്ടർ എടുത്തുകൊണ്ട് വരാൻ തന്റെ സുഹൃത്തിനോട് വിളിച്ചു പറഞ്ഞു. എന്നാൽ പെട്ടെന്ന് ലിസയെയും അയാളെയും ഒരുപോലെ ഞെട്ടിച്ചുകൊണ്ട് എന്തോ ഒന്ന് അയാളെ വെള്ളത്തിനടിയിലേക്ക് വലിച്ചുകൊണ്ടുപോയി. തന്റെ സുഹൃത്തിനെ അയാൾ ആവർത്തിച്ച് വിളിച്ചെങ്കിലും മറുപടി ഒന്നും വന്നില്ല. ഞാൻ അവനെ ഒന്ന് നോക്കിയിട്ട് വരാം എന്ന് അയാൾ പറഞ്ഞതും ലിസ ആകെ പരിഭ്രാന്തിയായി. എന്നെ ഇവിടെ തനിച്ചാക്കി പോകരുത് എന്ന് കരഞ്ഞു പറഞ്ഞുകൊണ്ട് അവൾക്ക് എഞ്ചി. ഈ ദൃശ്യങ്ങളെല്ലാം തന്റെ ജനാലയിലൂടെ നോക്കി നിൽക്കുകയായിരുന്ന ഡക്കോട്ടയ്ക്ക് അപ്പോഴാണ് ആ ഭയാനകമായ സത്യം മനസ്സിലായത്. സ്രാവുകൾ എന്ന് അവൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു. അത് കേട്ട ലിസ അവിടെ നിന്ന് മാറിപ്പോകാൻ അയാളോട് നിലവിളിച്ചു പറഞ്ഞു. എന്നാൽ നിമിഷങ്ങൾക്കകം തന്റെ സുഹൃത്തിനെ ഒരു സ്രാവ് ഇരയാക്കുന്നത് നിസ്സഹായനായി നോക്കി നിൽക്കാനേ അയാൾക്ക് കഴിഞ്ഞു. ആ ബഹളങ്ങൾക്കിടയിൽ തകർന്ന ട്രക്കിനുള്ളിൽ നിന്ന് പുറത്തു കിടക്കാൻ ബോബ് ആഞ്ഞു ശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ പെട്ടെന്നുണ്ടായ സ്രാവിന്റെ ആക്രമണത്തിൽ അയാളും വെള്ളത്തിന്റെ അടിയിലേക്ക് വലിച്ചെടുക്കപ്പെട്ടു. തന്നെ രക്ഷിക്കാൻ വന്ന മനുഷ്യൻ തന്റെ തൊട്ടു മുന്നിൽ വെച്ച് കൊല്ലപ്പെടുന്നത് ലിസയ്ക്ക് നിസ്സഹായായി നോക്കി നിൽക്കേണ്ടി വന്നു. അതേസമയം ബോട്ടിലിരുന്ന ഡെയിൽ അന്തർ സംസ്ഥാന പാത പൂർണ്ണമായും വെള്ളത്തിനടിയിലായിരുന്ന വാർത്താ റിപ്പോർട്ട് ശ്രദ്ധിക്കുകയായിരുന്നു. അത് ആൻവിലിന് അടുത്താണല്ലോ അല്ലേ, നമ്മൾ അതിന്റെ പരിസരത്തുണ്ട്, ഡെയിൽ പറഞ്ഞു. തന്റെ ലാപ്ടോപ്പിലെ വിവരങ്ങൾ പരിശോധിച്ചപ്പോൾ കടൽഭിത്തി തകർന്നതുകൊണ്ടാണ് വെള്ളം അത്രയും ദൂരത്തേക്ക് എത്തിയതെന്ന് അയാൾക്ക് മനസ്സിലായി. എങ്ങനെയെങ്കിലും അവിടെ എത്തി ഡക്കോട്ടയെ രക്ഷിക്കണം. അതിനുവേണ്ടി ജോയിയുടെ സഹായം തേടാൻ ഡെയിൽ തീരുമാനിച്ചു. ബോട്ടിൽ തങ്ങളെ ആൻവിലിന് അടുത്തുവരെ എത്തിച്ചാൽ ജോയ്ക്ക് ആവശ്യമുള്ള ദൃശ്യങ്ങൾ പകർത്താൻ അനുവദിക്കാമെന്ന് അയാൾ വാഗ്ദാനം ചെയ്തു. ഇതേസമയം ബില്ലിയുടെ വീട്ടിൽ തങ്ങളുടെ വളർത്തച്ഛനും അമ്മയും ഗാരേജിലേക്ക് പോകുന്നത് കുട്ടികൾ നോക്കി നിൽക്കുകയായിരുന്നു. ആ നിമിഷമാണ് ജനാലയ്ക്ക് പുറത്തെ വെള്ളത്തിൽ ഒരു സ്രാവ് നീന്തി നടക്കുന്നത് അവരുടെ കണ്ണിൽപ്പെട്ടത്. ബില്ലി തന്നെ ട്രക്കിന്റെ താക്കോലിനെ തപ്പുന്നതിനിടയിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു സ്രാവ് അയാളെ ആക്രമിച്ചു. ബില്ലി വെള്ളത്തിനടിയിലേക്ക് വലിച്ചെടുക്കപ്പെടുന്നത് കണ്ട് റേച്ചൽ അലറി കരഞ്ഞു. അയാൾ എങ്ങനെയൊക്കെയോ വെള്ളത്തിന്റെ മുകളിലേക്ക് ഉയർന്നു വന്നെങ്കിലും തൊട്ടടുത്ത നിമിഷം റേച്ചലിനെ മറ്റൊരു സ്രാവ് താഴേക്ക് വലിച്ചുകൊണ്ടുപോയി. ഞങ്ങളെ തനിച്ചാക്കി പോകല്ലേ എന്ന് കുട്ടികൾ കരഞ്ഞ് അപേക്ഷിച്ചെങ്കിലും അതൊന്നും കേൾക്കാൻ നിൽക്കാതെ ബില്ലി ഗ്യാരേജിലേക്ക് ഓടിക്കേറി. രക്ഷപ്പെടാനായി ട്രക്കിന്റെ വാതിൽ തുറക്കാൻ ശ്രമിച്ചതും സ്രാവ് വീണ്ടും അയാളെ ആക്രമിക്കുകയും വെള്ളത്തിനടിയിലേക്ക് താഴ്ത്തുകയും ചെയ്തു. പെട്ടെന്ന് റേച്ചൽ അലറി വിളിച്ചുകൊണ്ട് വെള്ളത്തിനടിയിൽ നിന്ന് പൊങ്ങി വന്നു. അവൾ സഹായത്തിനായി ദയനീയമായി നിലവിളിച്ചെങ്കിലും സ്രാവുകൾ അവളെ കടിച്ച് വെള്ളത്തിനടിയിലേക്ക് മറിഞ്ഞു. അതേസമയം ഡക്കോട്ട സഹായത്തിനായി ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കി നടക്കുകയായിരുന്നു. പകുതിയും വെള്ളത്തിൽ മുങ്ങിയ കാറിനുള്ളിലിരുന്ന് ലിസ തന്നെ രക്ഷിക്കാൻ പറഞ്ഞ് നിലവിളിക്കുന്നുണ്ടായിരുന്നു. വെള്ളം വേഗത്തിൽ ഉയരുകയാണ്. എന്നാൽ ഡക്കോട്ടയ്ക്ക് പുറത്തിറങ്ങാൻ പേടിയായി. തനിക്ക് അവളെ സഹായിക്കാൻ കഴിയില്ല. ചുറ്റും സ്രാവുകളുണ്ട്. ഇപ്പോൾ തന്നെ രണ്ടുപേരെ അവ കൊന്നു. താൻ ഗർഭിണിയാണെന്ന കാര്യം ലിസ കരഞ്ഞുകൊണ്ട് പറയുന്നു. ജനിക്കുന്നതിന് മുമ്പേ എന്റെ കുഞ്ഞിനെ മരിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് ലിസ പറഞ്ഞതും ഡക്കോട്ട അത് കേട്ട് സ്തബ്ധയായി നിൽക്കുന്നു. കണ്ണീരോടെ വിറച്ചു നിന്ന അവൾ വേഗത്തിൽ മനസ്സിനെ പാകപ്പെടുത്തി. ഞാൻ നിന്നെ സഹായിക്കാൻ വരികയാണ് എന്ന് ഉറച്ച സ്വരത്തിൽ അവൾ പറഞ്ഞു. അടുക്കളയിലേക്ക് ഓടിപ്പോയി ഒരു കത്തിയെടുത്ത ഡക്കോട്ട പേടി കാരണം ശ്വാസം വിടാൻ പോലും കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. പുറത്തിറങ്ങാൻ ശ്രമിക്കുന്നതിനിടയിൽ അവൾ വഴുതി വെള്ളത്തിലേക്ക് വീണെങ്കിലും വേഗത്തിൽ ഒരു കാറിന് മുകളിലേക്ക് വലിഞ്ഞു കയറി. അവിടെ നിന്നും അടുത്തുള്ള വീടിന്റെ മേൽക്കൂരയിലേക്ക് ചാടിയ അവൾ ധൈര്യം സംഭരിച്ച് വീണ്ടും വെള്ളത്തിലേക്ക് ഇറങ്ങി ലിസയുടെ കാർ കുടുങ്ങിക്കിടന്ന മരക്കൊമ്പിലേക്ക് കയറുന്നു. അവൾ വേഗം മരച്ചില്ലകൾ മുറിച്ചു മാറ്റാൻ
മാറ്റാൻ തുടങ്ങി. ഒടുവിൽ ലിസയെ മോചിപ്പിക്കാൻ അവൾക്ക് കഴിഞ്ഞു. ഇരുവരും സുരക്ഷിതമായി വീടിനുള്ളിലേക്ക് എത്തിയപ്പോൾ ലിസ അവൾക്ക് നന്ദി പറഞ്ഞു. അതേസമയം ഡെക്കോട്ടയുടെ വീടിനടുത്ത് തന്നെയാണ് നെല്ലി ഉള്ളതെന്ന് ബ്രയാൻ കൂടെയുള്ളവരോട് പറയുന്നു. നെല്ലി എന്നാൽ കഴിഞ്ഞ 3 വർഷമായി അവർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഗർഭിണിയായ ഒരു ഗ്രേറ്റ് വൈറ്റ് ഷാർക്കാണ്. ഇത് കേട്ട ജോക്ക് സന്തോഷമായി. തങ്ങൾക്ക് വലിയൊരു വാർത്താ ദൃശ്യം ലഭിക്കാൻ പോവുകയാണ്. പെട്ടെന്ന് അവരുടെ വാൻ നിശ്ചലമായി. മുന്നോട്ടുള്ള റോഡുകളെല്ലാം പ്രളയത്തിൽ ഒലിച്ചു പോയിരിക്കുന്നു. ഇതേസമയം ബില്ലിയുടെ വീട്ടിൽ സ്രാവുകൾ അകത്ത് കയറാതിരിക്കാൻ വാതിൽ അടയ്ക്കണമെന്ന് റോൺ നിർദ്ദേശിക്കുന്നു. അത് താൻ ചെയ്തോളാമെന്ന് പറഞ്ഞ് ഡി മുന്നോട്ട് വന്നു. അവൾ പതുക്കെ കൗണ്ടറിന് മുകളിൽ കയറി വാതിലടക്കാൻ ശ്രമിച്ചെങ്കിലും ആ നിമിഷം സ്രാവുകൾ ബലം പ്രയോഗിച്ച് അകത്തേക്ക് തള്ളിക്കേറി. ബാലൻസ് തെറ്റി വീഴാൻ പോയ അവളെ റോൺ വേഗത്തിൽ പിടിച്ചു മാറ്റി രക്ഷപ്പെടുത്തി. ഡെക്കോട്ടയുടെ വീട്ടിൽ അവൾ ലിസയ്ക്ക് ഒരു ടവൽ നൽകി. ഡെക്കോട്ട തനിച്ചാണോ താമസിക്കുന്നതെന്ന് ലിസ ചോദിച്ചപ്പോൾ അവൾ അതേ എന്ന് തലയാട്ടി. മാതാപിതാക്കളെ കുറിച്ച് ചോദിച്ചപ്പോൾ അച്ഛൻ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചെന്നും അമ്മ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് മരിച്ചതെന്നും അവൾ വിഷമത്തോടെ പറഞ്ഞു. ലിസ അവളോട് ക്ഷമ ചോദിക്കുകയും അവൾ ആശ്വസിപ്പിക്കുകയും ചെയ്തു. വീടിന്റെ മേൽക്കൂരയിലേക്ക് കയറാൻ വഴിയുണ്ടോ എന്ന് ലിസ ചോദിച്ചു. ഉണ്ടെന്ന് ഡെക്കോട്ട മറുപടി നൽകി. തങ്ങൾ വീടിനുള്ളിലുണ്ടെന്ന് രക്ഷാപ്രവർത്തകർക്ക് മനസ്സിലാക്കാൻ എന്തെങ്കിലും അടയാളം കാണിക്കണമെന്ന് ലിസ പറയുന്നു. എന്നാൽ പെട്ടെന്ന് പ്രസവവേദന തുടങ്ങിയതോടെ ലിസ വേദന കൊണ്ട് പൊളഞ്ഞു. ഡെക്കോട്ട കുറച്ച് കർട്ടനുകൾ ശേഖരിച്ച് വീടിന്റെ മേൽക്കൂരയിൽ ഹെൽപ്പ് എന്ന അടയാളം ഉണ്ടാക്കി വെച്ച ശേഷം വേഗത്തിൽ താഴേക്ക് വന്നു. പ്രസവം എപ്പോഴുണ്ടാകുമെന്ന് ഏകദേശ ധാരണ ലഭിക്കാൻ ശരീരം എത്രത്തോളം തയ്യാറെടുത്തെന്ന് പരിശോധിക്കാൻ ലിസ ഡെക്കോട്ടയോട് ആവശ്യപ്പെട്ടു. ലിസ പുതപ്പ് മാറ്റിയതും ഡെക്കോട്ട ഞെട്ടിപ്പോയി. എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ച ലിസയോട് കുഞ്ഞിന്റെ തല ഏകദേശം 2-3 ഇഞ്ച് പുറത്ത് കാണാമെന്ന് ഡെക്കോട്ട പറഞ്ഞു. ഇത് കേട്ടതും ലിസക്ക് ആകെ ടെൻഷനായി. കുഞ്ഞ് പ്രതീക്ഷിച്ചതിലും നേരത്തെ വരികയാണ്. വീട് എത്ര നേരം കൂടി സുരക്ഷിതമായിരിക്കുമെന്ന് ഉറപ്പില്ലാത്ത അവസ്ഥയിൽ ഇത് വലിയൊരു പ്രതിസന്ധിയായിരുന്നു. രാത്രിയോടെ സിഗ്നൽ നഷ്ടപ്പെട്ട വിവരം ബ്രയാൻ ഡെയിലിനെ അറിയിച്ചു. ബോട്ടിൽ യാത്ര തുടരേണ്ടതിനാൽ അത്യാവശ്യ സാധനങ്ങൾ മാത്രം എടുത്താൽ മതിയെന്ന് ഡെയിൽ ജോയോട് പറഞ്ഞു. ടെക്നിക്കൽ സാധനങ്ങളെല്ലാം പണിമുടക്കിയ സാഹചര്യത്തിൽ വഴി എങ്ങനെ കണ്ടെത്തുമെന്ന ആശങ്കയിലായിരുന്നു ജോ. അതേസമയം ബില്ലിയുടെ വീട്ടിൽ വെള്ളം അതിവേഗം ഉയരുന്നത് കണ്ട് മേൽക്കൂരയിലേക്ക് മാറണമെന്ന് റോൺ പറഞ്ഞു. അതിനു മുമ്പായി സ്രാവുകളുടെ ശ്രദ്ധ തിരിക്കാൻ എന്തെങ്കിലും വേണം. താഴത്തെ നിലയിൽ ഇറച്ചി കഷ്ണങ്ങൾ ഇരിക്കുന്നത് കണ്ട കാര്യം ഡി ഓർമ്മിപ്പിച്ചു. അത് ഉപയോഗിക്കാമെന്ന് റോൺ സമ്മതിച്ചെങ്കിലും വിൽ മടിച്ചു നിന്നു. അങ്ങോട്ട് പോകാൻ ബില്ലി നമ്മൾ ഒരിക്കലും അനുവദിച്ചിട്ടില്ല. അവർ ബില്ലിയെ തെറിയും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അയാൾ പെട്ടെന്ന് വെള്ളത്തിന്റെ അടിയിൽ നിന്നും ഉയർന്നു വരുന്നത്. പുറത്ത് മഴ കനക്കുകയായിരുന്നു. നേരത്തെ വന്ന 2 പേരുടെ ബോട്ട് താൻ കണ്ടിട്ടുണ്ടെന്നും എന്നാൽ അത് വീടിന് ഒരൽപ്പം അകലെയാണെന്നും ഡെക്കോട്ട ലിസയോട് പറഞ്ഞു. പെട്ടെന്ന് മറ്റൊരു പ്രസവവേദന കൂടി വന്നതോടെ ലിസ വേദന കൊണ്ട് പൊളഞ്ഞു. ഇത് കണ്ട് ഡെക്കോട്ടയ്ക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയാതെ പേടിയാവാൻ തുടങ്ങി. കഠിനമായ വേദനയ്ക്കിടയിലും ലിസ തന്റെ ഗർഭസ്ഥ ശിശുവിനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ പുറത്തു വരാനുള്ള സമയമല്ല, കുറച്ചു നേരം കൂടി ഒന്ന് പിടിച്ചു നിൽക്കൂ എന്ന് അവൾ കുഞ്ഞിനോട് അപേക്ഷിച്ചു. പുറത്ത് വെള്ളം ഉയരുന്നത് കണ്ട ഡെക്കോട്ട താൻ പോയി ആ ബോട്ട് എടുത്തുകൊണ്ടുവരാമെന്ന് പറഞ്ഞു. എന്നാൽ പുറത്തുനിന്നൊരു സ്രാവുകളാണെന്നും അത് അപകടമാണെന്നും ലിസ അവൾക്ക് മുന്നറിയിപ്പ് നൽകി. ആ നിമിഷം ഡെക്കോട്ട തന്റെ അങ്കിൾ പണ്ട് പറഞ്ഞു തന്ന ഒരു കാര്യം ഓർത്തെടുത്തു. മുറിവേറ്റ മീനുകൾ വെള്ളത്തിനടിയിൽ ഉണ്ടാക്കുന്ന തരംഗങ്ങൾ അനുകരിക്കാൻ കഴിഞ്ഞാൽ സ്രാവുകളുടെ ശ്രദ്ധ തിരിക്കാൻ കഴിയും. ഒരു മറൈൻ ബയോളജിസ്റ്റായ തന്റെ അങ്കിൾ പഠിപ്പിച്ച ആ വിദ്യ പ്രയോഗിക്കാൻ അവൾ തീരുമാനിച്ചു. സ്രാവുകളെ ആകർഷിക്കാനായി ശബ്ദമുണ്ടാക്കുന്ന അല്ലെങ്കിൽ വിറയ്ക്കുന്ന വസ്തുക്കൾക്ക് വേണ്ടി അവൾ വീട്ടിൽ തിരയാൻ തുടങ്ങി. ഇടയ്ക്ക് വേദന സംഹാരികൾ വല്ലതുമുണ്ടോ എന്ന് ലിസ ചോദിച്ചപ്പോൾ ഡെക്കോട്ട ഒരു കുപ്പി അവൾക്ക് നേരെ എറിഞ്ഞു കൊടുത്തു. അവൾ വിറയ്ക്കുന്ന ആ ഉപകരണങ്ങളെല്ലാം വെവ്വേറെ പ്ലാസ്റ്റിക് കവറുകളിലാക്കി വെള്ളത്തിലേക്ക് എറിഞ്ഞു. അതിനുശേഷം അവൾ പതുക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങി. അതേസമയം ബില്ലിയുടെ വീട്ടിൽ റേച്ചൽ രക്ഷപ്പെട്ടോ എന്ന് അയാൾ കുട്ടികളോട് തിരക്കി. ഇല്ലെന്നായിരുന്നു അവരുടെ മറുപടി. ഉടൻ തന്നെ റോൺ ബില്ലിയെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. തങ്ങളെ ഉപേക്ഷിച്ച് ട്രക്കുമായി രക്ഷപ്പെടാൻ ശ്രമിച്ചതിന് റോൺ അയാളെ കുറ്റപ്പെടുത്തി. താൻ സഹായം തേടി പോകാനാണ് ശ്രമിച്ചതെന്ന് ബില്ലി വാദിച്ചെങ്കിലും അതെ ശരിയാ എന്ന് റോൺ പുച്ഛത്തോടെ പിറുപിറുത്തു. എന്നോട് തർക്കിക്കാൻ നിൽക്കേണ്ട റേ. ബില്ലി അവനോട് ദേഷ്യപ്പെട്ടു. എന്റെ പേര് റോൺ എന്നാണ്. അവൻ അയാളെ തിരുത്തി. തുടർന്ന് പുറത്തുപോയി സഹായം തേടാൻ ബില്ലി റോണിനോട് ഓർഡർ ഇടുന്നു. ചുറ്റും സ്രാവുകൾ വട്ടമിടുകയാണെന്ന് പറഞ്ഞ് റോൺ എതിർത്തതോടെ അവർ തമ്മിൽ തർക്കമായി. സ്രാവുകൾക്ക് കുട്ടികളെ ഇഷ്ടമില്ലെന്നും അവരുടെ മണം സ്രാവുകൾക്ക് പിടിക്കില്ലെന്നും പറഞ്ഞ് ബില്ലി അതിനെ നിസ്സാരമാക്കി. പട്ടികൾ സ്വന്തം കാഷ്ടം കഴിക്കാത്തത് പോലെയാണത് എന്നായിരുന്നു അയാളുടെ വിചിത്രമായ വാദം. എന്നാൽ നമ്മുടെ അയൽപ്പക്കത്തെ പട്ടി അത് കഴിക്കാറുണ്ട് എന്ന് റോൺ ഉടൻ തന്നെ തിരിച്ചടിച്ചു. ദേഷ്യം വന്ന് ബില്ലി ഇനി ഒന്നും പറയണ്ട, അങ്ങോട്ട് പൊയ്ക്കോ എന്ന് പറഞ്ഞ് അവനെ ശകാരിച്ചു. ആ സമയത്താണ് വളർത്തുമക്കളെ നോക്കുന്നതിനായി സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന തുകയുടെ ചെക്ക് വിൽ ശ്രദ്ധിക്കുന്നത്. ഇത് വലിയൊരു തുകയാണല്ലോ എന്ന് അവൻ അത്ഭുതത്തോട് പറഞ്ഞു. റോണിന് ആകെ അമ്പരപ്പും ദേഷ്യവും ഒക്കെ വന്നു. അവൻ ബില്ലിയുടെ മുഖത്ത് തന്നെ നോക്കി തുറന്നു പറഞ്ഞു. തങ്ങൾ വെറും ഉണക്ക ബ്രെഡ് മാത്രം കഴിക്കുമ്പോൾ ബില്ലി സ്റ്റീക്ക് തിന്ന് ആർഭാടമായി കഴിയുകയായിരുന്നു. പെട്ടെന്ന് ബില്ലി തന്റെ സ്വരം മാറ്റി. താൻ അവരെ സ്നേഹിക്കുന്നുണ്ടെന്ന് നുണയായി പറയാൻ ശ്രമിച്ചെങ്കിലും ആ അഭിനയം അധിക നേരം നീണ്ടു നിന്നില്ല. താൻ പറയുന്നത് കേട്ടില്ലെങ്കിൽ ബലമായി പുറത്തേക്ക് തള്ളുമെന്ന് അയാൾ റോണിനെ ഭീഷണിപ്പെടുത്തി. കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് കണ്ടപ്പോൾ ഡി ഒട്ടും വൈകിയില്ല. അവൾ ബില്ലിയെ ആഞ്ഞു ചവിട്ടി വെള്ളത്തിലേക്ക് തള്ളിയിട്ടു. നിമിഷങ്ങൾക്കകം ഒരു സ്രാവ് അയാളെ ആക്രമിക്കുകയും കടിച്ചു കൊല്ലുകയും ചെയ്തു. സ്രാവുകളുടെ ശ്രദ്ധ ബില്ലിയിലായിരിക്കുന്ന ആ സമയം നോക്കി ബേസ്മെന്റിലേക്ക് പോകാൻ ഡി റോണിനോട് പറഞ്ഞു. റോൺ വെള്ളത്തിലേക്ക് ഊളിയിട്ട് താഴെ ചെന്ന് സ്റ്റീക്ക് കൈക്കലാക്കി. അവിടെ നിന്ന് തോക്കുകൾ എടുക്കാൻ അവൻ ശ്രമിച്ചെങ്കിലും അവ എവിടെയോ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. അവിടെ നിന്നും മടങ്ങാൻ തുടങ്ങുമ്പോൾ അവന്റെ ഷർട്ട് ഒരു കൊളുത്തിൽ കുടുങ്ങി. കഷ്ടപ്പെട്ട് അതിൽ നിന്നും മോചിതനായ റോൺ ഒരു പെട്ടിയുമായി സ്രാവുകളുടെ പിടിയിൽപ്പെടാതെ കഷ്ടിച്ച് മുകളിലേക്ക് നീന്തി കയറി. അതേസമയം കുതിച്ചു വരുന്ന വെള്ളത്തിൽ ഡക്കോട്ടയുടെ വീട് പതുക്കെ താഴ്ന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവളാണെങ്കിൽ ഒഴുകി നീങ്ങുന്ന ബോട്ടിനെ
ബോട്ടിനെ ലക്ഷ്യമാക്കി നീന്തുകയായിരുന്നു. താൻ എറിഞ്ഞുകൊടുത്ത വിറയ്ക്കുന്ന ഉപകരണങ്ങളിൽ ഒന്ന് ഒരു സ്രാവ് കടിച്ചു പറിക്കുന്നത് അവൾ കണ്ടു. സ്രാവുകൾ ആ കളിപ്പാട്ടങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന സമയം നോക്കി അവൾ സർവ്വശക്തിയും എടുത്ത് മുന്നോട്ട് നീന്തി. സ്രാവുകൾ തന്നെ ആക്രമിക്കുമെന്ന് തോന്നിച്ച നിമിഷം അവ അവളെ വകവയ്ക്കാതെ ഭയന്നോടുന്നത് പോലെ വേഗത്തിൽ പാഞ്ഞുപോയി. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ താഴേക്ക് നോക്കിയ ഡക്കോട്ട ഭയന്ന് വിറച്ചുപോയി. തനിക്ക് തൊട്ടു താഴെ ഒരു കൂറ്റൻ ഗ്രേറ്റ് വൈറ്റ് ഷാർക്ക് പതുക്കെ നീന്തി പോകുന്നു. മരണം തൊട്ടടുത്തെത്തിയ നടുക്കത്തോടെ അവൾ വേഗത്തിൽ ബോട്ടിലേക്ക് വലിഞ്ഞു കയറി. കണ്ണുകൾ ഇറുക്കിയടിച്ച് താൻ തലനാരിയൊക്കെ രക്ഷപ്പെട്ടു തോർത്ത് അവൾ ശ്വാസം അടക്കിയിരുന്നു. അതേസമയം ഡെയിലും സംഘവും ആൻവിലിനോട് അടുക്കുകയായിരുന്നു. സ്രാവുകളെ കുറിച്ച് പഠിക്കാൻ എന്താണ് കാരണമെന്ന് ജോ ചോദിച്ചപ്പോൾ ഡെയിൽ തന്റെ പഴയൊരു ഓർമ്മ പങ്കുവച്ചു. സാംബസി നദിക്കരയിലായിരുന്നു അയാൾ വളർന്നത്. അവിടെ എല്ലാവരും ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്നത് ഹിപ്പോപ്പൊട്ടാമസിനെ ആയിരുന്നു. ബുദ്ധിയുള്ളതും വേഗതയുള്ളതും സ്വന്തം പ്രദേശം വിട്ടുകൊടുക്കാത്തതുമായ അപകടകാരിയായ ഒരു മൃഗം. ഒരിക്കൽ പുഴയിൽ ഞണ്ടുകളെ പിടിക്കാൻ പോയപ്പോൾ ഒരു ഹിപ്പോ തന്നെ ആക്രമിക്കാൻ വന്നു. തൊട്ടു പിന്നാലെ 2 ബുൾഷാർക്കുകൾ ചേർന്ന് ആ ഹിപ്പോയെ ആക്രമിച്ചു. ആ നിമിഷമാണ് സ്രാവുകളുടെ കരുത്തിനെ കുറിച്ച് അയാൾ തിരിച്ചറിഞ്ഞത്. ആ ഹിപ്പോപ്പൊട്ടാമസിന്റെ കണ്ണുകളിൽ താൻ അതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വികാരം അയാൾ കണ്ടു, ഭയം. ആ നിമിഷം മുതലാണ് സ്രാവുകളോടുള്ള തന്റെ താല്പര്യം തുടങ്ങിയതെന്ന് ഡെയിൽ പറഞ്ഞു. ബുൾഷാർക്കുകൾക്ക് മറ്റെന്തെങ്കിലും പേടിയുണ്ടോ എന്ന് ജോ അപ്പോൾ തിരക്കി. വലിയ സ്രാവുകളെ അവ ഒഴിവാക്കാറുണ്ടെന്നും ചില പ്രത്യേക വൈദ്യുത തരംഗങ്ങൾ അവയുടെ ദിശ തെറ്റിക്കുമെന്നും ഡെയിൽ മറുപടി നൽകി. പെട്ടെന്ന് സിഗ്നൽ തിരികെ ലഭിച്ചതായി ബ്രയാൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഡാറ്റ പരിശോധിച്ച് അവർ ഞെട്ടിപ്പോയി. ആൻവിലിന് ചുറ്റുമുള്ള വെള്ളം മുഴുവൻ സ്രാവുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പ്രഭാതമായപ്പോൾ ബോട്ടിലിരുന്ന് ഉറങ്ങിപ്പോയ ഡക്കോട്ട പെട്ടെന്ന് ഞെട്ടി ഉണർന്നു. തന്റെ വീട് ഏതാണ്ട് പൂർണ്ണമായും വെള്ളത്തിനടിയിലായ കാഴ്ചയാണ് അവൾ കണ്ടത്. ഒട്ടും വൈകാതെ അവൾ മീൻ പിടിക്കുന്ന ചൂണ്ട കയ്യിലെടുത്ത് ബോട്ട് തുഴഞ്ഞ് നീങ്ങാൻ തുടങ്ങി. വീടിനുള്ളിൽ കുടുങ്ങിക്കിടന്ന ലിസ ഭയം കാരണം ഭയഭ്രാന്തിയിലായെങ്കിലും സ്വയം ശാന്തയാകാൻ ശ്രമിച്ചു. ഇതേസമയം ബില്ലിയുടെ വീട്ടിൽ ബേസ്മെന്റിൽ നിന്ന് തിരിച്ചെത്തിയ റോൺ താൻ കൊണ്ടുവന്ന പാത്രത്തിലെ ഇറച്ചി കഷ്ണങ്ങൾ പുറത്തെടുത്തു. ബേസ്മെന്റിൽ നിന്നും തോക്കുകൾ എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു പെട്ടി കൊണ്ടുവരാൻ അവന് സാധിച്ചിരുന്നു. അവർ അത് തുറന്നു നോക്കിയപ്പോൾ അതിനുള്ളിൽ ഡൈനാമിറ്റ് ശേഖരമായിരുന്നു. അവർ ഇറച്ചി കഷ്ണങ്ങൾ ഡൈനാമിറ്റിൽ വെച്ച് ടേപ്പ് ഉപയോഗിച്ച് ഒട്ടിച്ചു. തുടർന്ന് അത് സ്രാവുകൾക്ക് ഇരയായി വെള്ളത്തിലേക്ക് എറിഞ്ഞു കൊടുത്തു. സ്രാവുകൾ അത് വിഴുങ്ങാനായി അവർ ആകാംക്ഷയോടെ കാത്തു നിന്നു. പക്ഷേ പ്രതീക്ഷിച്ചതുപോലെ ഒന്നും സംഭവിച്ചില്ല. ആ സമയത്താണ് സ്രാവുകളെ കുറിച്ചുള്ള ഒരു ഡോക്യുമെന്ററിയിൽ കണ്ട കാര്യം വിൽ ഓർമ്മിപ്പിച്ചത്. വെള്ളത്തിലുണ്ടാകുന്ന തരംഗങ്ങൾ സ്രാവുകളെ ആകർഷിക്കുമെന്ന് അവൻ പറഞ്ഞു. ഉടൻ തന്നെ അവർ വെള്ളത്തിൽ തരംഗങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. വിൽ പറഞ്ഞത് ശരിയായിരുന്നു. സ്രാവുകൾ ഇരയെ ലക്ഷ്യമാക്കി വട്ടമിടാൻ തുടങ്ങി. ഈ തക്കത്തിന് സുരക്ഷിതമായ ഒരിടത്തേക്ക് മാറാനായി അവർ വെള്ളത്തിലൂടെ വേഗത്തിൽ നീങ്ങി. എന്നാൽ വീണ്ടും റോണിന്റെ ഷർട്ട് എവിടെയോ കുടുങ്ങിപ്പോയി. സ്രാവുകൾ എത്തുന്നതിന് തൊട്ടു മുമ്പ് അവൻ എങ്ങനെയൊക്കെയോ ഷർട്ട് ഉരിമാറ്റി രക്ഷപ്പെട്ടു. നിമിഷങ്ങൾക്കകം ഡൈനാമിറ്റ് വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിക്കുകയും അവിടെയുണ്ടായിരുന്ന സ്രാവുകൾ കൊല്ലപ്പെടുകയും ചെയ്തു. വെള്ളത്തിന്റെ അതിശക്തമായ സമ്മർദ്ദത്തിൽ ഒടുവിൽ ഡക്കോട്ടയുടെ വീട് പൂർണ്ണമായും തകർന്നു വീണു. വീടിനുള്ളിൽ കുടുങ്ങിയ ലിസയ്ക്ക് ജീവൻ രക്ഷിക്കാനായി വെള്ളത്തിന് മുകളിലേക്ക് നീന്തി വരേണ്ടി വന്നു. ആ കഠിനമായ സാഹചര്യത്തിൽ വെള്ളത്തിന്റെ അടിയിൽ വെച്ച് അവൾ തന്റെ കുഞ്ഞിന് ജന്മം നൽകി. വേദന കൊണ്ട് അവൾ ഉച്ചത്തിൽ നിലവിളിക്കുന്നുണ്ടായിരുന്നു. തന്റെ കുട്ടിയെ അവൾ വെള്ളത്തിന് മുകളിലേക്ക് ഉയർത്തി പിടിക്കുകയും അവനെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ആ ചോരമണം പിടിച്ചെത്തിയ സ്രാവുകൾ ലിസയെ ലക്ഷ്യമാക്കി വട്ടമിടാൻ തുടങ്ങി. അവൾ വേഗം തന്നെ കുഞ്ഞിനെ വെള്ളത്തിൽ പൊങ്ങിക്കിടന്ന ഒരു പെട്ടിയിലേക്ക് മാറ്റിവെച്ചു. ശേഷം കയ്യിൽ കിട്ടിയ കൂർത്ത ഒരു മരക്കഷ്ണം ആയുധമാക്കി സ്രാവുകളെ നേരിടാൻ അവൾ തയ്യാറായി. ഇത് കണ്ട ഡക്കോട്ട അങ്ങോട്ട് വേഗം തുഴഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ബോട്ടുമായി ലിസയ്ക്ക് അടുത്തേക്ക് എത്തിയ ഡക്കോട്ട ലിസയുടെ പിന്നിലൂടെ ഒരു സ്രാവ് അടുക്കുന്നത് കണ്ടു. നിമിഷങ്ങൾക്കകം അവൾ തന്റെ പക്കലുണ്ടായിരുന്ന ഫിഷിംഗ് ലൈൻ സ്രാവിന് നേരെ തൊടുത്തു. ലിസയുടെ അടുത്തേക്ക് ബോട്ട് അടുപ്പിച്ച ഡക്കോട്ട കുഞ്ഞിനെ തന്റെ കയ്യിലേക്ക് വാങ്ങി. എന്നാൽ അപ്രതീക്ഷിതമായി ഒരു സ്രാവ് ബോട്ടിന് നേരെ വന്ന് ഇടിച്ചതോടെ ഡക്കോട്ടയുടെ നിയന്ത്രണം തെറ്റി. മരണം തൊട്ടടുത്തെത്തിയ ആ നിമിഷം ഡെയിലും സംഘവും അവിടെ എത്തി. അയാൾ തന്റെ പക്കലുണ്ടായിരുന്ന ഒരു ഉപകരണം വെള്ളത്തിലേക്ക് എറിഞ്ഞു. അതിൽ നിന്നും പുറപ്പെട്ട ശക്തമായ ഇലക്ട്രിക് കറന്റ് സ്രാവുകളുടെ ദിശ തെറ്റിക്കുകയും അവയെ അവിടെ നിന്ന് തുരത്തുകയും ചെയ്തു. പക്ഷെ ഒരു സ്രാവ് ഡക്കോട്ടയ്ക്ക് ലിസയ്ക്ക് നേരെ പാഞ്ഞു വരുന്നുണ്ടായിരുന്നു. അവരെ കടിക്കാൻ പോകുന്നതിന് തൊട്ടു മുമ്പ് നെല്ലി വെള്ളത്തിനടിയിൽ നിന്ന് ചാടി വന്ന് ആ ബുൾഷാർക്കിനെ കടിച്ചെടുത്തു കൊണ്ടുപോകുന്നു. ഇത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്ന ജോക്ക് അങ്ങനെ നല്ലൊരു വിഷ്വലും കിട്ടി. ഡെയിൽ ഉടൻ തന്നെ അവർ രണ്ടുപേരെയും ബോട്ടിലേക്ക് വലിച്ചു കയറ്റി രക്ഷപ്പെടുത്തി. അവസാനം രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിൽ ഡക്കോട്ട തന്റെ അങ്കിളിനെ കെട്ടിപ്പിടിച്ചു. ലിസ ആരോടെങ്കിലും സംസാരിക്കാൻ ഒരു ഫോൺ ചോദിച്ചപ്പോൾ ജോ തന്റെ ഫോൺ അവൾക്ക് നൽകി. ലിസ ഉടൻ തന്നെ തന്റെ അമ്മയെ വിളിക്കുകയും വീഡിയോ കോളിലൂടെ തന്റെ കുട്ടിയെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അതേസമയം ബില്ലിയുടെ വീട്ടിലുണ്ടായിരുന്ന കുട്ടികൾ ആൻവിൽ വിട്ട് ഫ്ലോറിഡയിലേക്ക് പോകാൻ തീരുമാനിച്ചു. എന്നാൽ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഗ്രെഗ് മറ്റൊരു കൊടുങ്കാറ്റ് രൂപപ്പെടുന്നത് ശ്രദ്ധിച്ചു. അറ്റ്ലാന്റിക് തീരത്തെ ലക്ഷ്യമാക്കി കാറ്റഗറി 5 മറ്റൊരു അതിശക്തമായ ചുഴലിക്കാറ്റ് കൂടി ആഞ്ഞു വീശാൻ തയ്യാറെടുക്കുകയായിരുന്നു.